We have lost the battle, but not the war. ക്വാളിഫയർ 1-ൽ RCBയോട് അപ്രതീക്ഷിതമായി തകർന്നടിഞ്ഞ് 8 വിക്കറ്റിന്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിന് ശേഷം പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞ വാക്കുകളായിരുന്നു അത്. പക്ഷേ ആ വാക്കുകൾക്ക് ഇത്രത്തോളം മൂർച്ചയുണ്ടായിരുന്നുവെന്നത് ക്രിക്കറ്റ് ആരാധകർ മനസ്സിലാക്കുന്നത് ഇന്നലെ അഹമ്മദാബാദിലെ രാത്രിയിലായിരുന്നു. മഴ പെയ്തു നനഞ്ഞ മൈതാനത്തു നിന്നും മഴവില്ല് കണക്കെ ആകാശത്തേക്ക് സിക്സറുകൾ പേയിച്ച പോരാട്ടത്തിനൊടുവിൽ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പഞ്ചാബ് IPL കലാശപ്പോരിലെത്തിയിരിക്കുകയാണ്. ബുംറ അടങ്ങുന്ന പുകൾപ്പെട്ട മുംബൈയുടെ ബൗളിംഗ് നിരയെ അടിച്ചു പഞ്ചറാക്കിയ ഒരു ഇന്നിംഗ്സിനൊടുവിൽ 6ാം കിരീടം ലക്ഷ്യമിട്ടൊരുങ്ങിയ മുംബൈ ആരാധകരും പ്ലേ ഓഫ് പ്രവേശത്തിൽ തന്നെ ആഘോഷം തുടങ്ങിയ നിത അംബാനിയും നിരാശരായി മടങ്ങിയപ്പോൾ അപ്പുറത്ത് പ്രീതി സിന്ധയുടെ മുഖത്ത് നിലാവ് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഗ്യാലറിയിൽ തുള്ളിച്ചാടിയുള്ള ആ കയ്യടിയിൽ കിരീടമില്ലാതെ നീണ്ട 18 വർഷം ടീമുമായി അവർ ഓടിയ ഓട്ടവും കാണാമായിരുന്നു. മൈതാനത്ത് അപ്പോൾ രാജ്യത്തിനായി ഒരു യുദ്ധം ജയിച്ച പോരാളിയുടെ ഭാവമായിരുന്നു അയ്യർക്ക്. അയാൾ തൊടുത്തുവിട്ട അസ്ത്രങ്ങളിൽ തകർന്നത് മുംബൈ അഹങ്കാരമായി കൊണ്ടു നടന്നിരുന്ന റെക്കോർഡ് കൂടിയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് 200+ സ്കോർ ചെയ്ത മത്സരത്തിൽ ഒന്നും തന്നെ തങ്ങൾ തോറ്റിട്ടില്ലെന്ന ആത്മവിശ്വാസം അയ്യർ വലിച്ചു കീറി. അതിനിടയിൽ 27 പന്തിൽ അർദ്ധ സെഞ്ചുറി തൊട്ട അയ്യർ ബാറ്റ് പോലും ഉയർത്തി ആഘോഷിച്ചില്ല. അയാൾക്ക് വേണ്ടത് പഞ്ചാബിന്റെ ജയമായിരുന്നു. ഒടുവിൽ 19ാം ഓവറിൽ തുടർച്ചയായ സിക്സറുകൾ പറത്തി അയ്യർ അത് ആഘോഷിച്ചപ്പോൾ ഒരു കാര്യം തീർച്ചയായിരിക്കുന്നു, ക്രിക്കറ്റിലെ ഏറ്റവും മികച്ചതിലൊന്നും എന്നാൽ അണ്ടർ റേറ്റഡുമായ ക്യാപ്റ്റനാണ് അയാൾ. 3 വ്യത്യസ്ത ടീമുകളെ ഫൈനലിലേക്ക് നയിച്ച നായകൻ എന്ന അപൂർവ നേട്ടം ചുമലിലുള്ള അയ്യർക്ക് 2 വ്യത്യസ്ത ടീമിന് കിരീടം നേടിക്കൊടുത്ത നായകൻ എന്ന അതിലും വലിയ ചരിത്ര ദൂരത്തിലേക്കുള്ളത് ഒരു മത്സരം മാത്രമാണ്. സമീപ സീസണുകളിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ അയ്യർക്ക് അത് വെല്ലുവിളിയുമാകാനിടയില്ല. കൊൽക്കത്തക്ക് IPL കിരീടം നേടിക്കൊടുത്തത് മുതൽ ഗംഭീര കരിയർ റണ്ണാണ് അയ്യർ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 15 മാസത്തിനുള്ളിൽ മുംബൈക്കൊപ്പം ഇറാനി കപ്പ്, രഞ്ജി ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫികൾ നേടിയ, ചാമ്പ്യൻസ് ട്രോഫി കിരീടം ചൂടിയ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായ അയ്യറെ BCCI ആ അർത്ഥത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു കാര്യം. ഏതായാലും ഫൈനലിൽ എതിരാളികൾ കന്നി കിരീടം തന്നെ ലക്ഷ്യമിട്ടിറങ്ങുന്ന കോഹ്ലിയുടെ RCB ആകുമ്പോൾ പോരാട്ടം കനക്കുമെന്നത് ഉറപ്പാണ്. ഏതായാലും 1ാം ക്വാളിഫയറിൽ തങ്ങളോട് തോറ്റ് തരിപ്പണമായ പഞ്ചാബിനെ ഭയന്നില്ലെങ്കിലും നോക്കൌട്ട് രാജാക്കന്മാരായ മുംബൈയോട് ജാവോ പറഞ്ഞ അയ്യറെയും സംഘത്തെയും RCB ഭയക്കേണ്ടി വരും. ഫലം എന്തായാലും KKRഉം ഡൽഹിയും അയ്യറോട് ചെയ്തത് പ്രീതിയുടെ പഞ്ചാബ് ചെയ്യില്ലെന്ന് വിശ്വസിക്കാം.